നിങ്ങൾ വന്നിട്ട് എന്നെ ഗുരുവായൂർ കേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാൽ എന്താ സംഭവിക്കാന്നറിയോ പുള്ളന്റെ മോളെ കാണിച്ചു തരാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ്. കലാപശ്രമത്തിനാണ് കേസ്. കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുവെന്നാണ് എഫ്ഐആറിലുള്ളത്. ജസ്ന സലീമിനെ എല്ലാവർക്കും അറിയായിരിക്കും. തട്ടമിട്ട രാധത്താത്ത ഒരു കൃഷ്ണഭക്തയാണ്. ഈ കൃഷ്ണന്റെ പടങ്ങൾ മാത്രമേ ആൾ വരയ്ക്കാറുള്ളൂ. ഈ ഒരു സ്ത്രീ കാരണം എന്തായാലും ഗുരുവായൂർ അമ്പലത്തിന് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി വെച്ചേക്കാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു. കാരണം ആ ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല, അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ്. അവിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് ജനശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമം അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. മുസ്ലിം പള്ളിയിൽ പോയിട്ട് ഫ്രണ്ടിൽ പോയി ഒരു ഫോട്ടോയോ വീഡിയോ എടുക്കാൻ അവരതിനെ സമ്മതിക്കുമോ? എന്നാൽ അവർ സമ്മതിക്കത്തില്ല. ഇവർ നേരെ തിരിച്ച് തട്ടവും ഇട്ട് ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കിഴക്കേ നടയിലുള്ള കൃഷ്ണന്റെ കഴുത്തിൽ ഒരു കടലാസ് മാല ഇട്ടേക്കാണ്. കൃഷ്ണനെ തൊട്ട് കടലാസ് മാല ഇട്ടേക്കാണ്. എന്ത് പോക്കൃത്തരാണ് ഇവർ കാണിക്കുന്നത് നോക്കിയോ. എന്നിട്ട് അതിനടുത്ത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയുണ്ടായി. ഈ പ്രചരിപ്പിക്കുന്നതിനാണ് ദേവസ്വം ബോർഡിൽ നിന്ന് പരാതി പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു തവണ ഇവർ കേക്ക് മുറിച്ചു. ആ ഒരു കാരണത്തിനും ഹൈക്കോടതി ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചിത്രീകരിക്കുന്നതിന് നിർത്തിവെക്കേണ്ടായി എന്നുള്ള രീതിയിലും. ഈ ഭക്തർക്ക് ആർക്കും വീഡിയോസ് പോലും എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ ഈ ഒരു സ്ത്രീ എത്തിച്ചിരിക്കുകയാണ്. എന്തായിരുന്നാലും കുറേ ആൾക്കാരുടെ കണ്ണിൽ പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വ്യക്തി. ഇവരെന്തോ വലിയ ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് താങ്ങിക്കൊണ്ട് നടക്കുന്നത്. ഇവരൊരു കൃഷ്ണഭക്തി ആണെങ്കിൽ ഇവർക്ക് കൃഷ്ണനെ ഇഷ്ടപ്പെടാം. ആരും പറഞ്ഞിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടാണ്. ഇവർക്ക് കൃഷ്ണന്റെ പടം വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ ഹിന്ദു ദൈവങ്ങളുടെ പടം വരയ്ക്കട്ടെ, അതും പറഞ്ഞിട്ടില്ല. അല്ലാണ്ട് ഇവരുടെ തോന്നിയ പോലെ ഇവർ പോയി അമ്പലത്തിൽ പോയി മാല ഇടുക, കേക്ക് മുറിക്കുക, അമ്പലത്തിനുള്ളിൽ കയറി അവിടെയുള്ള ഭക്തരോട് മോശമായിട്ട് പെരുമാറുക, ഇതൊന്നും വച്ചു പൊറിപ്പിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുകയും ചെയ്തു. അതിനിടയിൽ ഈ കഴിഞ്ഞ മാസമാണ് ജസ്ന സലീം കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തൊരു കാണിക്കയുണ്ട്. ആ കാണിക്കയുടെ മുകളിൽ ഒരു കൃഷ്ണവിഗ്രഹമുണ്ട്. ആ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി അതിന്റെ വീഡിയോയൊക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. അതിനെതിരെ ദേവസ്വം ബോർഡ് തന്നെയാണ്, അതായത് ഗുരുവായൂർ ദേവസ്വം തന്നെ റീച്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇയാളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ കൃഷ്ണഭക്തിയാണ്, കൃഷ്ണനെ മാത്രം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് ഈ കൃഷ്ണനെ അപമാനിക്കുന്ന രീതിയിലും ഹിന്ദുക്കളെ അപമാനിക്കുന്ന രീതിയിലുമാണ് ഈ ഒരു സ്ത്രീ കാട്ടിക്കൂട്ടുന്ന പോക്കൃത്തരങ്ങൾ. ഇതൊന്നും ഇനി വച്ച് പറപ്പിക്കാൻ പറ്റത്തില്ല എന്നാണ് ഹൈക്കോടതി ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും പണി പാലും വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സ്ത്രീ കാണിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഹിന്ദുക്കൾക്ക് മുസ്ലിം പള്ളിയിൽ കയറിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ, ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ? ഒന്നും സമ്മതിക്കത്തില്ല. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇവരെന്തോ ഹിന്ദു ആണ് എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആൾക്കാരുടെ കണ്ണിൽ പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇവർക്കൊരു നല്ല ഒരു എമൗണ്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ കുറച്ച് നാളത്തേക്ക് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരത്തില്ല. ഈ അമ്പലത്തിൽ മാത്രമാണ് ഇവർക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നത്. ആരും ചോദിക്കുകയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നേരെ അങ്ങ് കയറി പോവാണ്. മറ്റേ സത്രമടക്കം കയറി പോവാണ്. അങ്ങനെ വീഡിയോ എടുക്കുക, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക, കാശുണ്ടാക്കുക. ഇപ്പം തന്നെ കുറേ കാശ് ഓൾറെഡി കൃഷ്ണന്റെ പേരിൽ വാങ്ങി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരാളുടെ കഴിവാണത് ആ ഒരു വരയ്ക്കുന്നതൊക്കെ. പക്ഷെ ആ ഒരു കഴിവിനെ മുതലെടുത്ത് അത് കൃഷ്ണനെ വച്ചിട്ടും ദൈവത്തിനെ വച്ചിട്ടും കാണിച്ച് ഞാനങ്ങനെ കൃഷ്ണഭക്തയാണ്, എൻ്റെ കണ്ണൻ്റെ രാധയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയമേ നടക്കുന്ന ഈ സ്ത്രീക്ക് ഇനിയെങ്കിലും ഒരു പണി കൊടുക്കണം. ആ പണി ഇപ്പം എന്തായാലും വിഷു കൈനീട്ടമായിട്ട് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്.